എവ്രിവൺ, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് ഫൈനാൻസ് റീഡിംഗ് ആണ്. ദാറ്റ് ഇസ് സാമ്പത്തികം. പ്രേക്ഷകരുടെ സാമ്പത്തികം എങ്ങനെയായിരിക്കും അടുത്ത 3 മാസം. ഓക്കെ, സോ ലെറ്റ് സീ സാമ്പത്തികം എങ്ങനെയായിരിക്കും. ഹീലിംഗ്സ് ആസ് വെൽ ആസ് പേഴ്സണൽ റീഡിങ്സ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. സെയിൽസ് ടീമിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഐ നോ ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ ഉടനെ തന്നെ കൊണ്ടുവരുന്നതാണ്. മൈറ്റ് ബി നെക്സ്റ്റ് വീഡിയോ ബ്രേസ്ലെറ്റ് വീഡിയോ ആയിരിക്കും. ഓക്കെ, വിൽ സീ അബൌട്ട് ദാറ്റ്. ആൻഡ് വാട്ട് എൽസ്, ചാനൽ മെസ്സേജസ്. ഓക്കെ, എടുക്കുക. ചാനൽ മെസ്സേജസ് സ്പിരിച്വൽ ചാനൽ മെസ്സേജസ് ചെയ്യുന്നതാണ്. സോ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ആൻഡ് സ്പിരിറ്റ് ഗൈഡ്സിൽ നിന്ന് ചാനൽ മെസ്സേജസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, റീഡിങ്സ് ആൻഡ് ചാനൽ മെസ്സേജസിന് വേണ്ടി സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാതിരിക്കുക. സെയിൽസ് ടീം പെർട്ടിക്കുലർലി ബ്രേസ്ലെറ്റ്സ് ആൻഡ് ക്രിസ്റ്റൽസിൻ്റെ സെയിൽസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓൾറൈറ്റ്, കോൾ ചെയ്യാതിരിക്കുക. ബിക്കോസ് കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കോൾ എടുക്കില്ല. ഓക്കെ, മെസ്സേജ് അയക്കൂ. എപ്പോഴാണോ മെസ്സേജ് കാണുന്നത് അതിൻ്റെ റിപ്ലൈ നൽകുന്നതാണ്. ബോത്ത് റീഡിങ്സ് ആസ് വെൽ ആസ് സെയിൽസ് ടീം. ഓക്കെ, സോ ആദ്യത്തെ കാർഡ് വന്നത് കിങ് ഓഫ് വാൻസ് ആണ്. നിങ്ങളുടെ സാമ്പത്തികം, പ്രേക്ഷകരുടെ സാമ്പത്തികം, പ്രേക്ഷകരുടെ കഴിവ്, അതുപോലെ തന്നെ ആ കഴിവിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, എങ്ങനെയാണ്. ആ കാർഡ് വരുന്നില്ല എൻ്റെ കയ്യിൽ. ഓക്കെ, സോ ദാറ്റ് മീൻസ് പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട് ഫൈനാൻസ് നല്ലതാകണം, പക്ഷെ എവിടെയോ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ആയത് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, എത്ര പ്രയത്നിക്കണം അത്ര പ്രയത്നങ്ങൾ പ്രേക്ഷകർ ചെയ്യുന്നില്ല. ചില പ്രേക്ഷകർ പറയും ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുകയാണ്, പക്ഷെ ഞങ്ങൾക്ക് നേട്ടമില്ല. ദാറ്റ് മീൻസ് നിങ്ങളുടെ കഴിവല്ല നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ സ്കിൽസ് ഒരു കാര്യമാണ് ആൻഡ് നിങ്ങൾ ചെയ്യുന്നത് ഒരു കാര്യമാണ്. ഓക്കെ, ഏത് പ്രേക്ഷകർക്ക് നിങ്ങൾ ഏറെ നാളുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണ്, ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഉയർച്ച വരുന്നില്ല, തീരെ ഉയർച്ച വരുന്നില്ല, നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നില്ല, ഉയർച്ചയുണ്ടെങ്കിൽ ഈ റീഡിംഗ് അവർക്കല്ല. ഓക്കെ, ഈ പറയുന്ന മെസ്സേജ് അവർക്കല്ല. തീരെ ഉയർച്ച നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ വേറൊരു സ്ഥലത്താണ് നിങ്ങളുടെ കഴിവ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. എവിടെ, ഏത് ഫീൽഡാണ് ഞാൻ ചെയ്യേണ്ടത്, ഓക്കെ, ഏത് ഫീൽഡിലാണ് എൻ്റെ കഴിവ് തെളിയിക്കാൻ എനിക്ക് പറ്റുന്നത്. ഓക്കെ, ആൻഡ് അവിടെയാണ് നിങ്ങൾ കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ അധ്വാനം നിങ്ങൾ ചെലവഴിക്കേണ്ടത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ എത്ര നിങ്ങൾ അധ്വാനിക്കുന്നു അതിൻ്റെ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ആ ഒരു എനർജി നിങ്ങളുടെ ചുറ്റിനുണ്ട്, പക്ഷേ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയോ തെറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ആയത് നിങ്ങളുടെ കഴിവല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ചെയ്യേണ്ട ആ ഒരു റൂട്ടല്ല ഇപ്പോൾ നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിരിക്കുന്നത്, പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് വേറെ എന്തോ ആണ്. ഓക്കെ, ഓർ നിങ്ങൾ എഞ്ചിനീയർ ആണ്, നിങ്ങൾ അതാണ് ചെയ്യുന്നതും, പക്ഷെ നിങ്ങളുടെ മനസ്സ് വേറെ എന്തോ ചെയ്യാനാണ് ആഗ്രഹം. ഓക്കെ, പക്ഷേ നിങ്ങൾ ആ ഒരു കഴിവിനെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ബിക്കോസ് എഞ്ചിനീയറിംഗ് നല്ലൊരു ഫീൽഡാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അവിടെ ഗ്രോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ, ഏറെ വർഷം കൊണ്ട് നിങ്ങൾ എഞ്ചിനീയറിംഗ് ചെയ്യുന്നു, ഓക്കെ, ബട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ല, നിങ്ങൾക്ക് എങ്ങും എത്താൻ പറ്റുന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രേക്ഷകർ പറയും സാമ്പത്തികം ഇഷ്യൂസ് അന്നേരം വരുന്നതാണ്. നോ, ഇത് നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ റീഡിംഗ് ആണ്. ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്, ദൈവങ്ങൾ നിങ്ങളോട് പറയുന്നത് ദാറ്റ് നിങ്ങൾ സ്വിച്ച് ചെയ്യൂ നിങ്ങളുടെ സാമ്പത്തികം വളരണമെന്നുണ്ടെങ്കിൽ എന്നാണ്. ഓക്കെ, ഏതൊരു ഫീൽഡിലും ബുദ്ധിമുട്ടുകളുണ്ട്, ഒരു ഫീൽഡും ബുദ്ധിമുട്ടില്ലാത്തതില്ല, അതെല്ലാ പ്രേക്ഷകർക്കും അറിയാം.
സി മൂൺ കാർഡ്. ചില പ്രേക്ഷകർ വളരെ സൈക്കിക് ആണ്. ഓക്കെ, നിങ്ങൾ സൈക്കിക് ആണ്, നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റീസ് ഉണ്ട്. സൈക്കിക് എബിലിറ്റീസ് മീൻസ് നിങ്ങൾ ഒരിടത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മറ്റൊരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ സ്ഥലത്തിൻ്റെ എനർജി നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് ശരിയാണോ അല്ലയോ. ഓക്കെ, എനിക്ക് തോന്നുന്നത് പല പ്രേക്ഷകരും ഇൻ്റർവ്യൂസിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ജോലികൾ തേടുമ്പോഴോ അവർക്കറിയാം ഈ ജോലി ശരിയാവില്ല അല്ലെങ്കിൽ ഈ സ്ഥലം ശരിയാവില്ല, പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുകയാണ്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങളൊന്ന് വളർത്തൂ. ഓക്കെ, അത് പറയുന്നത് കേൾക്കൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ചില പ്രേക്ഷകർക്ക് ഉന്നതിയില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്നിട്ടും നിങ്ങൾക്ക് ഉന്നതിയില്ല, പക്ഷെ നിങ്ങൾ ഏറെ അധ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കൂ, നിങ്ങൾക്ക് എഗെയിൻസ് ചില ഫോഴ്സസ് ഉണ്ട്, ചില ആൾക്കാരുണ്ട്. ഓക്കെ, മൈറ്റ് ബി അവരുടെ നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ഏറെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ഷൻ എടുക്കൂ. ഓക്കെ, പ്രേക്ഷകർ പ്രൊട്ടക്ഷൻ എടുക്കൂ, വളരെ നല്ലതാണ്. ഓക്കെ, അത് നിങ്ങൾ രാവിലെ എണീക്കുമ്പോഴേ ആദ്യം നിങ്ങളുടെ തുടക്കം തന്നെ പ്രേയേഴ്സ് കൊണ്ടാകണം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ അഫർമേഷൻസ് കൊണ്ടാകണം, അല്ലെങ്കിൽ സ്വിച്ച് വേർഡ് ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ആ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ, ഉറങ്ങി എണീച്ച് ആ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞേ നിങ്ങൾ ബെഡിൽ നിന്ന് ഇറങ്ങാവൂ. ഓക്കെ, ബിക്കോസ് ആ ഒരു എനർജി നിങ്ങൾ സെറ്റ് ആക്കിയാൽ പല ആൾക്കാരുടെ നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ്. ഓക്കെ, സോ ചില പ്രേക്ഷകരുടെ ഫൈനാൻസസിൽ മറ്റാൾക്കാരുടെ നോട്ടമുണ്ട്. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തികത്തിലും മറ്റാൾക്കാർക്ക് നോട്ടമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് സാമ്പത്തികം ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് എത്ര ഉയർച്ചയാണ് വരുന്നത്, നിങ്ങൾ എത്ര ഏൺ ചെയ്യുന്നു, എത്ര നിങ്ങൾക്ക് മാസ വരുമാനമുണ്ട്, ഇതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഓക്കെ, പക്ഷേ ഇത് നല്ല മനസ്സോടെയല്ല. ഓക്കെ, അവർക്കിഷ്ടമല്ല ദാറ്റ് അവരിൽ നിന്ന് കൂടുതൽ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തിക സ്ഥിരത ഉണ്ടാകണം എന്നുള്ളത്. ഓക്കെ, പ്രാക്ക് കേൾക്കുന്നുണ്ട്. സോ ചിലർ പ്രാകുന്നുണ്ടാകാം. ഓക്കെ, സോ ഡു നോട്ട് വറി. പ്രാക്കൊന്നും നമ്മളെല്ലാം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരില്ല. സി, എല്ലാം എനർജി ആണ്. നിങ്ങൾ എങ്ങനെ എനർജിയെ എടുക്കുന്നോ അതുപോലെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നു. ഓക്കെ, ഈ വീഡിയോയിൽ നല്ലത് നിങ്ങൾ എത്ര എടുക്കുന്നു, ചീത്തത് എത്ര എടുക്കുന്നു, അതിൻ്റെ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ആ റീഡിങ് ഫലിക്കുന്നത്. ഓക്കെ, സോ എത്ര നിങ്ങൾ നല്ലത് എടുക്കാൻ ശ്രമിക്കുന്നോ അത്രയും നിങ്ങൾക്ക് നല്ലത് വരും. എത്ര നെഗറ്റീവായിട്ടുള്ള എടുക്കാൻ ശ്രമിക്കുന്നോ അത്രയും നെഗറ്റീവായിരിക്കും. അതുപോലെ തന്നെയാണ് പ്രാക്ക് ദുർദൃഷ്ടിയും. നിങ്ങളുടെ ഓറ നിങ്ങൾ സ്ട്രോങ് ആക്കി വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓറ എല്ലാ പ്രേക്ഷകരുടെയും സ്ട്രോങ് ആക്കി വെക്കൂ. അത് നിങ്ങളുടെ നിത്യജീവിതം, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ ഫൈനാൻസസ്, നിങ്ങളുടെ കുടുംബം, ഇതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ, ഓറ സ്ട്രോങ് ആക്കാൻ നിത്യം പ്രെയർ വളരെ നല്ലതാണ്. ഓറ ഷീൽഡിങ് നല്ലതാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഏറെ ലഭിക്കുന്നതാണ്. നിങ്ങളതൊക്കെ കണ്ടു നോക്കുക. ഓൾ റൈറ്റ്, സാമ്പത്തികം. ഏസ് ഓഫ് പെന്റക്കിൾസ്. സി, നിങ്ങൾക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി തേടുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു പുതിയ ജോലി, പുതിയ ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ ഒരു ബിസിനസ്, സൈഡ് ഹസിൽ, നിങ്ങൾ എന്താണോ ഒരു പുതിയ വരുമാനത്തിൻ്റെ സോഴ്സസ് നിങ്ങൾ തേടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. ഒരു പുതിയ ഐഡിയ വരുന്നുണ്ട്. ആ ഐഡിയ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ടെമ്പറൻസ്. ഓക്കെ, ഒരു ഗൈഡൻസ് വരുന്നുണ്ട്. ആ ഗൈഡൻസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പ്രേക്ഷകരുടെ കയ്യിലുള്ള ഒരു നോട്ട്. ഓക്കെ, 500-ൻ്റെ ആകാം, 100-ൻ്റെ ആകാം, 20-ൻ്റെ ആകാം, 10-ൻ്റെ ആകാം, 50-ൻ്റെ ആകാം. ഓക്കെ, ഒരു നോട്ട് എടുക്കുക. ആ നോട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഇതിപ്പോൾ നോട്ട് ആണെങ്കിൽ ഈ നോട്ട് നിങ്ങൾ കയ്യിൽ വെച്ചു. ഓക്കെ, ആൻഡ് ദെൻ താങ്ക് യു ആ ഒരു എമൗണ്ട് പറയുക. ഇപ്പം 500 ആണെങ്കിൽ താങ്ക് യു ₹500, 50-ൻ്റെ ആണെങ്കിൽ താങ്ക് യു ₹50. ഓക്കെ, എനിക്ക് വഴി കാട്ടിത്തരൂ. ഓക്കെ എന്ന് പറയുക. ആൻഡ് ദെൻ നോട്ട് ഇങ്ങനെ വെക്കുക.
ഓക്കെ. ആൻഡ് ദെൻ മെഡിറ്റേറ്റ് ചെയ്യൂ, ഈ നോട്ടിൽ മെഡിറ്റേറ്റ് ചെയ്യൂ. നിങ്ങളുടെ എന്ത് പുതിയ മാർഗമാണോ നിങ്ങൾക്ക് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്ന ആ മാർഗം നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നതാണ്. അറ്റ്ലീസ്റ്റ് 3 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യൂ. ആൻഡ് ദെൻ യു ക്യാൻ ലീവ്. ആ നോട്ട് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ എവിടെയാണോ നോട്ട് വെക്കുന്നത് അവിടെ വെക്കാം. ഓക്കെ. നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് നിങ്ങൾക്ക് ആ നോട്ട് വെക്കുന്ന സ്ഥലത്ത് വെക്കാവുന്നതാണ്. നോ ഇഷ്യൂസ്. ഓക്കെ. പക്ഷേ 3 ദിവസവും നിങ്ങൾ ചെയ്യുന്ന ഈ റിച്വൽ ഒരേ നോട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കൂ. ഓക്കെ. 21 ദിവസം ഈ റിച്വൽ ചെയ്യാൻ പറ്റുന്ന പ്രേക്ഷകർ 21 ദിവസം കൂടി ചെയ്യുക. ഓക്കെ. ടെമ്പറൻസ് ആണ്. ഓക്കെ. സോ ഇവിടെ പറയുന്നത് ബാലൻസ്, നിങ്ങളുടെ ഗിവ് ആൻഡ് ടേക്ക്. നിങ്ങൾ എത്ര സാമ്പത്തികം, ഫസ്റ്റ് ഓഫ് ഓൾ സാമ്പത്തിക ഭദ്രത നമ്മുടെ എക്സ്പെൻഡിച്ചർ കുറയുമ്പോഴാണ്. എല്ലാവർക്കും അറിയാം, റൈറ്റ്? എത്ര നിങ്ങൾക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റും അത്രയും കുറയ്ക്കൂ. ബട്ട് ഇവിടെ പറയുന്നത് എവിടെയോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് കോൺഷ്യസ് മൈൻഡ്, അബോധാവസ്ഥ ആൻഡ് ബോധാവസ്ഥ, ഇവിടെ ഒരു ബാലൻസ് ഇല്ല. ഓക്കെ. ബോധാവസ്ഥയിൽ നിങ്ങൾ വളരെ കൂൾ ആയിരിക്കാം. ഓക്കെ, എനിക്ക് പണമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചിലവാക്കാൻ സാമ്പത്തികമുണ്ട്, ഓക്കെ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഈ സാധനം വാങ്ങിക്കാം, ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കാം. പക്ഷേ അബോധാവസ്ഥയിൽ നിങ്ങൾക്ക് പണം ഇല്ലായ്മയുടെ ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഇത്രയും ഇല്ലല്ലോ, എനിക്ക് ഇത്രയും ചിലവാക്കാൻ പറ്റുമോ, ഞാൻ ചിലവാക്കിയാൽ ഞാൻ ദാരിദ്ര്യരേഖയിൽ പോകുമോ അതോ നോർമൽ ഒരു ലൈഫ് ജീവിക്കുമോ, എവിടെയോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു പ്രശ്നം വരുന്നുണ്ട് സാമ്പത്തികത്തെക്കുറിച്ച്. ഇത് കുഞ്ഞുനാളിൽ നിങ്ങൾ കണ്ടുവന്ന നിങ്ങളുടെ മുതിർന്നവർ, ഓക്കെ, അവരുടെ ജീവിതം കണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ ഓക്കെ ഈ ഒരു കാര്യം ഇരുന്ന് പോയതായിരിക്കാം. ദാറ്റ് ഏറെ ചിലവാക്കിയാലോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരിക്കലും സാമ്പത്തിക ഭദ്രത ഉണ്ടാവില്ല. ഓക്കെ. സോ സംവേർ ആ ഒരു കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നും രാത്രി കിടക്കുമ്പോൾ ഇത്ര മാത്രം പറയുക: പണം, വർധനവ്. ഓക്കെ, പണം, ധനം, വർധനവ്. ദാറ്റ്സ് ഇറ്റ്. അതൊരു 3 പ്രാവശ്യം പറഞ്ഞ് ഉറങ്ങൂ. ഡെയിലി ഇത് ചെയ്യൂ. സോ ദാറ്റ് നിങ്ങൾ കംഫർട്ടബിൾ ആകും പണത്തെക്കുറിച്ച്. ഓക്കെ, എന്ന് നിങ്ങൾ കംഫർട്ടബിൾ ആകുന്നു, പണം നിങ്ങളുടെ കയ്യിൽ വരുന്നു, അല്ലെങ്കിൽ പണം നിങ്ങളുടെ കയ്യിലുണ്ട്, അത് 1 രൂപ ആയിക്കോട്ടെ, പക്ഷെ ആ 1 രൂപ എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നുള്ള ഒരു ഭാവം നിങ്ങളുടെ മനസ്സിൽ വരുന്നത് വരെ നിങ്ങളിത് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. ബിക്കോസ് ഇവിടെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ കയ്യിൽ 5,000 അല്ലെങ്കിൽ 20,000 രൂപ ഇരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഓ ദൈവമേ എൻ്റെ കയ്യിൽ ഇത്രയും ഉള്ളല്ലോ എന്നത് വരുന്നുണ്ടാകാം. ഓക്കെ. പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടല്ലോ, താങ്ക് യു ദേവ, താങ്ക് യു അമ്മ. ഓക്കെ, നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് താങ്ക് യു എന്ന് പറയാൻ നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അനുവദിക്കുന്നോ അന്നേരമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദാറ്റ് നിങ്ങളുടെ അബോധാവസ്ഥയും ബോധാവസ്ഥയും ഈക്വൽ ആണ്, സമത്തിലാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈറ്റ് ബി 1-2 പേർക്ക് മാത്രമേ അത് റെസനേറ്റ് ആകുള്ളൂ. 9 of Wands ആൻഡ് ദ വേൾഡ് കാർഡ് ആണ് വന്നത്. ഓക്കെ, സോ എവിടെയോ പ്രേക്ഷകരുടെ ഈ പേടി, ഓക്കെ, ഇത് കംപ്ലീഷൻ മോഡിലാണ്. ഓക്കെ, സോ നിങ്ങളുടെ സാമ്പത്തികത്തിനെ കുറിച്ചുള്ള പേടി അത് ഉടനെ മാറി പോകുന്നതാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാനിപ്പോൾ 2-3 കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പ്രേക്ഷകർ കണ്ടിന്യൂസ്ലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതാണ്. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾ എക്സ്ട്രാ, ദാറ്റ് ഈസ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ എന്താണ് പ്രേക്ഷകർ ചെയ്യേണ്ടത്. ഓക്കെ, സാമ്പത്തിക ഭദ്രത. ദ എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം, എ ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഈ പേടി, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അത് മാറാൻ പോകുകയാണ്. ആൻഡ് മൈറ്റ് ബി ബൈ ദ മന്ത് ഓഫ് ഏപ്രിൽ. ഓക്കെ, ദാറ്റ് ഈസ് മാർച്ച് അല്ല, ഏപ്രിൽ മെയ് ടൈമിൽ ഓക്കെ നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് മാറിപ്പോകുന്നതാണ് കംപ്ലീറ്റ്ലി.
എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം. ഓൾറെഡി പ്രേക്ഷകർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചില പ്രേക്ഷകർ മണി റീക്കി ഹീലിംഗ് എടുക്കുന്നുണ്ടാകാം, ചിലർ ഹീലിംഗ് എടുക്കുന്നുണ്ടാകാം, ഓക്കെ, ചിലർ പ്രെയർ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, സോ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് വളരെയധികം എനർജി നിങ്ങളുടെ സാമ്പത്തികത്തിന് നൽകുന്നുണ്ട്. നല്ല പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. സോ ഉടനെ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കണ്ടു തുടങ്ങുന്നതാണ്. ഓക്കെ, advice. Yes, see, okay. ബേസ് ചക്ര, സോ റൂട്ട് ചക്ര പ്രശ്നങ്ങളുള്ള പ്രേക്ഷകർ, ഇൻസെക്യൂരിറ്റി, ഓക്കെ, സെൽഫ് അപ്രിസിയേഷൻ ഇല്ലാത്ത പ്രേക്ഷകർ, ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങൾ എന്ത് ചെയ്താലും എപ്പോഴും കുറവാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ള പ്രേക്ഷകരാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യലിനെ കുറിച്ച് ഏറെ പേടിയുണ്ട്. നിങ്ങളുടെ സെക്യൂരിറ്റി, നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകും, നിങ്ങളുടെ വാർദ്ധക്യം എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്ത ഏറെയുള്ള പ്രേക്ഷകരാണ്. സോ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ലം, ഓക്കെ, ലം എന്ന് പറയുന്നത് റൂട്ട് ചക്രം മന്ത്രമാണ്, അത് ചൊല്ലാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്ലിമൽസ് കേൾക്കാം. ആൻഡ് ഹിന്ദുക്കളാണെങ്കിൽ ഓം ഗം ഗണപതേ നമഃ ചൊല്ലാം. ഓക്കെ, പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ്, ഏറെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ സാമ്പത്തികത്തിൽ മാറ്റങ്ങൾ വരുന്നത് പുതിയ ആള്, ഒരു പാർട്ട്ണർ നിങ്ങൾക്കൊപ്പം കൂടിച്ചേരുമ്പോഴാണ്. ഓക്കെ, ചേരുമ്പോഴാണ് ഒരു പുതിയ ആൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരാകാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം. പക്ഷേ ഒരാളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ സാമ്പത്തികം വളരുന്നതാണ്, ഓക്കെ, മെച്ചപ്പെടുന്നതാണ്. ഓക്കെ, സോ ഐ ജസ്റ്റ് ടേക്ക് ഏഞ്ചലിക് ഗൈഡൻസ് എടുക്കാം. ഇറ്റ്സ് അപ് ടു യു. സി, എല്ലാം നിങ്ങളുടെ മേളിലാണ്. സോ നിങ്ങൾ എത്ര നിങ്ങളുടെ അബോധാവസ്ഥയും ബോധാവസ്ഥയും, ഓക്കെ, രണ്ടവസ്ഥകളെയും നിങ്ങൾ ബാലൻസിലാക്കുന്നു. ബിക്കോസ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ദൈവങ്ങളുണ്ട്. സി, നോക്കൂ, നിങ്ങൾ എങ്ങനെയാണ് ഒരു രണ്ട് ചിറകിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. സി, ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നപ്പോഴും നിങ്ങൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഈവൻ തോ വലിയ വലിയ സാമ്പത്തികം അല്ലെങ്കിൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലെങ്കിലും നിങ്ങളുടെ നിത്യജീവിതം സുഖമായി കഴിയാനുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ്? ബിക്കോസ് നിങ്ങളുടെ ഡിവൈൻ, നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അവരെപ്പോഴും നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ, എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. സോ അവർ പറയുന്നത് നിങ്ങളുടെ വിശ്വാസം എങ്ങനെയോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. സോ വിശ്വാസത്തെ മാറ്റൂ. നിങ്ങളുടെ അബോധാവസ്ഥ ആൻഡ് ബോധാവസ്ഥ ഇതിനെ ഈക്വൽ ആക്കാൻ ശ്രമിക്കൂ, സമമാക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ എന്താണോ ബോധാവസ്ഥയിൽ വിചാരിക്കുന്നത് അത് തന്നെയായിരിക്കാം നിങ്ങളുടെ അബോധാവസ്ഥയിലും. ഓക്കെ, എന്നാൽ കാര്യങ്ങൾക്ക് വേഗതയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ബിക്കോസ് ഇവിടെ റെയിൻബോ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ റീഡിംഗ്. ഐ ഹോപ്പ് പ്രേക്ഷകർക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകർ നിങ്ങൾക്കൊരു സ്പെസിഫിക് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഓക്കെ, സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ വീഡിയോസ് കൊണ്ടുവരുന്നതാണ്. ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മീ. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.